എന്തായാലും സബ് ഇൻസ്പെക്ടറായ സമയം കൊള്ളാം. ആദ്യം ഒന്ന് വിഷമിച്ചെങ്കിലും വലിയൊരു കേസല്ലേ ഇപ്പൊ കണ്ടുപിടിച്ചത്. അതേട്ടാ, അമ്മയുടെ നാവിൽ നിന്ന് വന്ന ചെറിയൊരു ക്ലൂവാ ഇവിടെ കൊണ്ടെത്തിച്ചത്. തരിശുഭൂമി പൊന്നിൻ ഭൂമിയായി മാറിയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഞാനത് നേരിട്ട് കാണുക. വിഴിഞ്ഞം തുറമുഖം വന്നത് കാരണം ധാരാളം പേര് രക്ഷപ്പെട്ടു. ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന വസ്തുക്കൾക്കൊക്കെ ഇപ്പൊ കോടികൾ കൊടുത്താലും കിട്ടില്ലെന്നായി. സേതുവേട്ടന്റെ കണക്കൂട്ടലൊന്നും തീർന്നിട്ടില്ല ഭാവനെ. എന്നെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതെന്താ മായച്ചിക്ക് മായച്ചിയുടെ കാര്യം നോക്കിക്കൂടെ? അതല്ല ഭാവനെ, സേതുവേട്ടൻ കാശ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റേ എന്നെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു. എന്നിട്ട് എങ്ങനെയാടാ കിട്ടുന്ന കാശൊക്കെ കടം വീട്ടാനായിട്ട് തികയോ? ഓ, ഇനിയിപ്പോ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ലേ? അമ്മേ, ബാമി അബിയുൺ ഒന്ന് പിടിച്ചേ അമ്മേ. അയ്യോ, അല്ല എന്താ അമ്മ ഞങ്ങളീ കേട്ടത്? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നിനക്ക് വേഗം വരാനൊക്കെ അറിയാം. കളിയാക്കില്ല അമ്മേ. ഞാനും നമ്മക്ക് കാലിലിടാനുള്ള കുഴമ്പ് കൊണ്ട് വരാനിരുന്നതാ. കണ്ടോ എന്നെ വാങ്ങി വെച്ചിരിക്കുന്നെന്നറിയോ? അത് ഞാൻ കുഴമ്പൊന്നും പറഞ്ഞില്ലല്ലോ. അത്